ശാന്തമെങ്കിലും തിങ്ങിപ്പടർന്ന ഈ വള്ളിക്കാട്ടിൽ ഒരു ചിലമ്പൊച്ച കേൾക്കാറുണ്ട്. ഒരു നെറികെട്ട നാടുവാഴിയുടെ ചതിയിൽ ചിതയായ ഒരു കേമിയായ പെണ്ണിൻ്റേത്. കടുംപച്ച നിറമുള്ള ഈ കാട്ടിൽ അവളുടെ തേങ്ങൽ മുഴങ്ങിക്കേട്ടു. അവളൊരു വൈരാഗിയായി നിലകൊണ്ടോ, അതോ തന്നെ തായായി കണ്ട് പരിപാലിക്കാൻ ഒരു സ്ഥാനത്തിനായി കാത്തുനിന്നു? ഇരയും വേട്ടമൃഗവും ഒന്നിച്ചു പാർക്കുന്ന ഒരു വിചിത്ര വനത്തിൽ അവൾ തൻ്റെ നിലയുറപ്പിച്ചു. ആ കാട്ടിൻ്റെ കനമുള്ള ഇരുട്ടിൽ അവൾ ആ ക്രോധമൊളിപ്പിച്ചോ, അതോ ആ കാടിനെയും മക്കളെയും കാക്കുന്ന കാവലായോ? ഐതിഹ്യം അങ്ങനെ ഇത് കുറേ പഴക്കമുള്ള ഒരു കോട്ടമാണ്. ആർക്കും പറയാൻ കഴിയില്ല ഇത്ര കൊല്ലമായി എന്ന്. അന്ന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോരോ ഊരാളന്മാരുടെ വീട്ടിൽ നിന്ന് കുറച്ച് അരി കൊണ്ടുവന്നിട്ട് ഇവിടെ നേദ്യം കഴിച്ചിട്ടുണ്ട്. അന്നേരം ഒരു പൈസയോ ഒന്നും ഉണ്ടാവലില്ല. ഇവിടെ അവരുടെ ആദിപരാശക്തി എന്നുള്ളതാണ് ആദ്യമേ പറഞ്ഞു കേട്ടിരുന്നത്. മറ്റുള്ളവർ പല ഇതിലും പറഞ്ഞിരുന്നുണ്ട്. ആദിപരാശക്തിനെ പഴശ്ശിരാജാവിൻ്റെ പൂർവികർ വളരെ 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 പഴക്കമുള്ളൊരു അവരുടെ കൃതിയാണിത്. പഴശ്ശിരാജാവിൻ്റെ പൂർവികരായിട്ടുള്ള ആൾക്കാർ പടക്ക് പോകുന്ന സമയത്ത് ഈ ദേവീനെ പൂജിച്ച് പ്രസാദിപ്പിച്ചിട്ടാണ് പോയിരുന്നത്. അങ്ങനെ അവർക്ക് വിജയം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ അവരുടെ ഒരുപാട് കാലത്തിന് ശേഷം ഉദീരംബലി കിട്ടാതെ ഒരവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ പഴശ്ശിരാജാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം അവരെ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ബ്രിട്ടീഷുകാരായിട്ടുള്ള കാര്യത്തിന് സമയത്ത് പരാജയപ്പെട്ട സമയത്താണ് രാജവംശം ഇവിടെ നശിച്ചു. ആ സമയത്ത് ദേവിക്ക് നീരംബലി കിട്ടുന്നില്ല എന്നുള്ള ഒരവസ്ഥ എത്തി. അങ്ങനെയുള്ള സമയത്താണ് അവരെ ജനങ്ങളെ സാധാരണക്കാരെ ദ്രോഹിച്ചു തുടങ്ങി. അവരെ പേടിപ്പെടുത്താനും അവരെ അവരുടെ കൊന്ന് രക്തം കുടിക്കുക എന്നുള്ള ഒരു ഇതെല്ലാം ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ള ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വെയിറ്റ് നമ്മളൊരു ഇപ്പോൾ ഓട്ടോയിൽ നമ്മൾ എടുത്തിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് ഒരു ശരീരത്തിൽ നമ്മൾ വെച്ച് കിട്ടുന്നത്. അപ്പോൾ അത് നല്ലൊരു വ്രതവും നല്ലൊരു ദൈവാനുഗ്രഹവും ഇല്ലെങ്കിൽ നമുക്കത് എടുത്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പം തമ്പുരാട്ടി, വലിയ മുടി വെച്ച തമ്പുരാട്ടി ആയിരിക്കും. ഇപ്പോൾ 21 മുടി വെച്ച ഗുളിക എന്നെല്ലാം പറയില്ല, അതെല്ലാം വലിയ മുടിയല്ലേ ഉള്ള അതിനുണ്ടാവുക. 21 അടി, ഇപ്പം 21 അടിയുള്ള മുടിയെല്ലാം വെച്ചിട്ട് ഗുളിക തെയ്യെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുടിയെടുത്ത് വെക്കണ്ടെങ്കിൽ നമുക്കെന്തായാലും അതിൻ്റെ ആ ഒരു ദൈവാനുഗ്രഹം ഇല്ലാണ്ട് നമുക്കത് പറ്റൂല.
വെറുതെ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റുമല്ലോ. പക്ഷേ ആ മുടി മാത്രമല്ല വെക്കുന്നത്, ആ മുടി മാത്രം അതിൻ്റെ മുകളിൽ ഓലയെ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ജാസ്തിയാവില്ല. ഇപ്പം തമ്പുരാട്ടീൻ്റെ മുടി ഇപ്പം മുളേനെ കൊണ്ടാണ് ആക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ തുണി ഓല എല്ലാം വരുമ്പോൾ ഉള്ളിലും വെയിറ്റ് ജാസ്തിയാവും. അപ്പോൾ ആ ഒരു മനുഷ്യനാണ് എടുത്തിട്ട് വെക്കുന്നത്. കെട്ട് ക്ഷീണായി പോവും, ഉഷ്ണം സഹിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്കും പറ്റീന് അതുപോലെ. പക്ഷേങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് തന്നെ കെട്ടുമ്പോൾ ഒരു ഏടിയ കെട്ടേണ്ടത് എന്താ കെട്ടുന്നത് ആർക്കും അറിയില്ലല്ലോ. ഒരാൾ ഫസ്റ്റ് കെട്ടുന്ന സമയത്ത് ഈ അറിയുന്ന ആൾ കെട്ടിക്കുമായിരിക്കും, പക്ഷെ എന്നാലും നമ്മളെ ചിലപ്പോൾ ആണെന്നില്ല. ഗുണം അറിയാത്തവരെത്രയും ചിത്രം മൂഴിയിലായി ഉലകത്തിൽ അപ്പം അങ്ങനെ ആയിട്ട് ഇവിടെ ഇവിളാങ്കട്ടൻ്റെ അവിടെ ഒരു കെട്ട് വീണിട്ട് എനിക്ക് ക്ഷീണമായി കെട്ടിയെടുക്കുന്നു. അത് സാധാരണ മനുഷ്യനാണ്, നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ് ഈ സാധനം എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ആ ഒരു ദൈവാനുഗ്രഹം, ആ ഒരു ശക്തി നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്കിതെടുത്തിട്ട് എടുക്കാനും തുള്ളാനും പൊന്തിക്കുവാനും നമുക്ക് പറ്റുന്നത്. ഞാൻ ഞാൻ ഇപ്പം കെട്ടിയെടുക്കുന്നു ഫസ്റ്റിൽ തന്നെ അങ്ങനെയുള്ള. അപ്പോൾ അതെല്ലാം ജപിച്ച് പിന്നെ നമ്മളെ പൂർവികന്മാരെല്ലാം പ്രാർത്ഥിച്ച് എന്തോന്നറിയില്ല, പിന്നെ അത് ഏത് ഭാഗത്താണ് പോയതെന്നൊന്നും അറിയില്ല. അത് വേറൊരു തലത്തിലേക്ക് പോകും. വേറൊരു തലത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു എന്തൊരു എഫക്റ്റ്. പിന്നെ അതിന് ശേഷം എന്തൊരു കലാശാലം കഴിഞ്ഞാൽ ചെണ്ടകൊട്ടലും കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ ഓരോരാളെ പേര് വിളിച്ച് ഇതാക്കാൻ പറ്റാം. അതാ പറഞ്ഞത്, ആ 2 പേര് പിടിച്ചിട്ട് 3 ആൾ പിടിച്ചിട്ടെല്ലാം നമ്മളെ തലയിലെടുത്ത് വെച്ച് തരുക. പക്ഷെ അത് വെച്ച് തന്നിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ ദൈവമായി. പണ്ട് എനിക്ക് പൊട്ടൻ ദൈവം എന്ന് പറഞ്ഞ ദൈവമുണ്ട്. അതിന് ഭയങ്കര പേടിയായിരുന്നു. കാരണം വെച്ചാൽ അതിൻ്റെ ആ മുഖം, അതിൻ്റെ ആ ഒരു സംസാരം, അത് ഭയങ്കര പേടിയായിരുന്നു നമുക്ക്. കുട്ടിക്കാലത്ത് കണ്ടതിൽ എനിക്ക് പേടിപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ തെയ്യങ്ങളെല്ലാം പൊതുവെ അങ്ങനെയുള്ള ഉണ്ട്. പക്ഷെ അത് പേടിയായിട്ടങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പേടിപ്പെടുന്ന തെയ്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ കൈതച്ചാവണ്ടി, കരിഞ്ചാവണ്ടി അങ്ങനെയുള്ള കുറേ തെയ്യങ്ങളിലുണ്ട്. പിന്നെ നമുക്ക് ഈ മുടി തലയിലുണ്ടെന്ന് നമുക്ക് തോന്നില്ല. മുടിയായിക്കോട്ടെ, വേറെ എന്ത് തെയ്യം കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഏത് തെയ്യത്തിൻ്റെ ഓരോരോ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളതെല്ലാം വെച്ച് നിൽക്കുമ്പോൾ ആദ്യം നമുക്ക് അരങ്ങത്ത് പോകുമ്പോൾ ഒരു ചെറിയ ഭയപ്പാടുണ്ടാവും. അതെല്ലാവർക്കും ചെറിയൊരു ഭയം ഉണ്ടാവും.
ഇവിടെ ഇല്ലേ കുറ്റപ്രാണ ദൈവങ്ങളാണ് യാത്രപ്പൻ പള്ളിക്കട്ടാതാണ് മുൻപാതരമായിട്ട് കയ്യെടുത്തൂലേ ഭക്തിയോട് കറോട്ട പിടിച്ചു എന്റെ ഇഷ്ട അറിയാവാ കഴിയുന്നവരെ അവരുണ്ടാവും. അപ്പോൾ അവരെ സഹായം പോകണം. അപ്പോൾ എല്ലാവരും ഒരു മനസ്സായിട്ട് പോകുന്ന സംഗതികളായത്. ദൈവത്തിൻ്റെ ഭാഷയിൽ തന്നെ ഒരേ മനസ്സ് ഒരേ ബുദ്ധിയായി എന്ന് പറയുന്നത് ദൈവം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു മനസ്സായിട്ട് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിച്ചു പോകാൻ നല്ലൊരു നമ്മൾ ചെറുപ്പം മുതലേ നമ്മളൊരു കുലത്തൊഴിലാണ്. നമ്മളതിപ്പോൾ നമ്മളെ അച്ചാച്ചന്മാർ കാത്ത് സൂക്ഷിക്കുന്ന പോലെ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പം മക്കളെ മക്കൾ അങ്ങനെയായിട്ട് പോകും. ഇപ്പം എൻ്റെ ശേഷം എൻ്റെ മോൻ അങ്ങനെ വരും. മകന് 3 വയസ്സായി. എൻ്റെ മകന് 3 വയസ്സായി. അവനിപ്പോൾ ഒരേ തെയ്യുന്നുള്ളൊരു ചെണ്ട മുട്ടലും ഇതെല്ലാം തന്നെ അവൻ്റെ പണി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓട്ടോ എടുക്കും. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ പെയിൻറ്റിൻ്റെ പണി അങ്ങനെയെല്ലാം ഉണ്ടാവില്ല. അടങ്ങിയിരിക്കില്ല. കാരണം വീട്ടിലങ്ങനെ വെറുതെ ഇരിക്കില്ല. ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ ഗുളികൻ ദൈവത്തിന് മാത്രമല്ല എല്ലാ ദേവീ ദേവന്മാർക്കും പൂജ നിവേദ്യം ഈ പ്രാർത്ഥനയായിട്ടെല്ലാം വരും പൂജ. അത് ദൈവ സമയത്ത് തന്നെ ദൈവം തന്നെ പറയും. നമ്മുടെ ഈ ഇങ്ങനെ പ്രാർത്ഥന കൊടുക്കണം, പ്രാർത്ഥന ചെയ്യണം, എനിക്കൊരു പൂജ ചെയ്യണം എല്ലാം പറഞ്ഞിങ്ങനെ പ്രാർത്ഥന ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പ്രാർത്ഥനകൾ നമ്മളിങ്ങനെ പൂജ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇതേപോലെ കോഴി നടത്തിയിട്ടാണ് തെയ്യത്തിന് ഉണ്ടാക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ നമ്മൾ ദൈവം അരങ്ങിലേക്ക് വരുന്നതിന് മുമ്പിൽ ദൈവത്തിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നു. അതുപോലെ ഈ സഹായിമാർ എല്ലാവരും ഇത് ഒരു തെയ്യക്കാരൻ മാത്രം നമുക്ക് ഒരു തെയ്യം കിട്ടുന്ന ആൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ടാകുമ്പോൾ അവർ മാത്രം വിജയിച്ച് വരാൻ പറ്റില്ല. കാരണം ഇവരെല്ലാവരും വേണം നമുക്ക്. പിന്നെ എല്ലാം നമ്മൾ ഓരോരോ സാധനങ്ങൾ കെട്ടുവരുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര സ്ഥലത്താണ് വരിക. ഒന്ന് മെയിൻ തലക്കന്നെ വന്നാലൊന്നും ചെയ്യാൻ തല വെറ്റ് പോകും. പിന്നെ നമ്മൾ അരങ്ങത്തെത്തി കഴിഞ്ഞാൽ ആ തോറ്റം പാട്ടിലൂടെ തന്നെ നമുക്ക് ദേഹത്തുള്ള ഒരു ഇത് പറയുന്ന പറയുക
ഒരു പ്രത്യേക ശക്തി, ഒരു പവർ. അപ്പോൾ അതാണ് ഈ കൊലധാരി അന്നേരം എടുത്ത് വെക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ദൈവികത ഉണ്ട്, അതുകൊണ്ടങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകും. ഈ സീസണിൽ ഇപ്പോൾ 6 മാസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോകുന്നതെന്ന് തന്നെ തിരിയില്ല നമുക്ക്, വേഗം പോകും. പക്ഷേ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മെല്ലെ പോകും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യും. ഇത് ക്ഷേത്രങ്ങൾ പരമായിട്ട് തന്നെ ഒരുപാട് മിസ് ചെയ്യും. തെയ്യെന്ന് പറഞ്ഞാൽ അന്ന് 10 ഉള്ളെങ്കിൽ ഇന്നത് 75ലേക്ക് എത്തി. അന്ന് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കഴിക്കാനേ ഉള്ളതുണ്ടാവും. അത് പിന്നെ കൂടി അങ്ങനെ 2 പ്രാവശ്യമായി, പിന്നെ അങ്ങനെ കൂടി 3 പ്രാവശ്യത്തിലേക്കായി. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർച്ച ഇങ്ങനെ എണ്ണം കൂടി വരുന്നു. ചടങ്ങുകളെല്ലാം ആയി ഇത് തന്നെ. എല്ലാവരും അവരായിട്ട് അച്ഛനും അമ്മയുമായിട്ട് അവരോടെല്ലാം നല്ല ഇതിലാക്കി സംസാരിക്കാൻ വരെ സമയം കിട്ടും. ആ സമയത്ത് അങ്ങനെ കിട്ടലുണ്ടാവില്ല. അച്ഛൻ തന്നെ എന്നോട് ചോദിക്കുന്നത്, അമ്മ തന്നെ എന്നോട് ചോദിക്കല് എൻ്റെ ഒരു ഫോട്ടോ തന്നിട്ട് കൂടും. കാരണം അത്രയും തിരക്കായിരിക്കും നമുക്ക്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഇതന്നെ ഈ സീസണിലും വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഉറക്കിൻ്റെ ഭയങ്കര ഉറക്കും എല്ലാം ഇതിൻ്റെ ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാൻ പറ്റില്ല. ആ വിഷയങ്ങളെല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇനി പോകാണ്ടൊക്കെ പറ്റുക, അതും പറ്റില്ല. നമ്മളെ രക്തത്തിൽ അലിഞ്ഞു പോയ സംഭവമല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി കുറേ കാര്യങ്ങളുണ്ട് വരില്ല. അത് പറഞ്ഞ സത്യം. പക്ഷെ നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതേ വരും. ദോഷപ്പണി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെ കർമ്മം നമ്മൾ ചെയ്യുക. എൻ്റെ നെഞ്ച് കുട്ടി പാടണ തോറ്റം പാട്ട്,
എൻ്റെ ഉള്ളിൽ അനിയനിയത് കേട്ട് കേട്ടു. എൻ്റെ പൊന്നു മുത്തപ്പ ഈ ഭഗവാൻ വെള്ളാട്ടു.